ഹായ് എവ്രി വൺ, വെൽക്കം ടു എജു ടോക്ക്. ഇന്ന് നമ്മളിവിടെ എടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെം mcomലെ കോപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു കോപ്പറേറ്റ് ഗവേണൻസ് ആണ് എടുക്കുന്നത്. അതിൽ കോപ്പറേറ്റ് ഗവേണൻസ് മീനിങ് ആൻഡ് ഡെഫിനിഷനാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. The term corporate governance include both corporate and governance. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് രണ്ട് വേർഡ്, കോർപ്പറേറ്റും അതുപോലെ തന്നെ ഗവേണൻസും കൂടി ചേർന്നതാണ്. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് കോർപ്പറേറ്റ് അല്ലെ കമ്പനി എന്താണെന്ന് പറയുന്നത്. എ കോർപ്പറേഷൻ ഈസ് എ ലീഗൽ എൻറ്റിറ്റി ദാറ്റ് ഈസ് സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ് ഫ്രം ഇറ്റ്സ് ഓണർ. ഒരു കോർപ്പറേറ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഒരു സെപ്പറേറ്റ് സ്ഥാപനമാണ്. അതെന്താ, ഓണേഴ്സിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, വ്യത്യസ്തമാണ്. ദി കമ്പനീസ് ആക്ട് 2030 ഓഫ് ഇന്ത്യ ഡിഫൈൻസ് എ കമ്പനി ആസ്, കമ്പനി എന്താണെന്ന് പറയുന്നത്. A registered association which is an artificial legal person having an independent legal entity with a perpetual succession, a common seal for its signature, a common capital comprised for transferable shares and carrying limited liability. ഇത് കോർപ്പറേറ്റ് എന്താണെന്നാണ് പറയുന്നത്. ഇത് ഏകദേശം നമ്മൾ പഠിച്ചു വെക്കുക, നമ്മൾ പണ്ടേ പഠിച്ചു വെക്കുന്നതാണ്. ലീഗൽ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. അതുപോലെ തന്നെ കോർപ്പറേറ്റിന് എന്താ, ഒരു കോമൺ സീലുണ്ട്, പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്. അതൊക്കെയാണ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ലിമിറ്റഡ് ലൈബിലിറ്റിയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. കമ്പനീൻ്റെ ഫീച്ചേഴ്സ് അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റതാണ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് അസോസിയേഷൻ. എ കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 2030 പ്രകാരത്തെ ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. Company has the right to acquire or dispose of any property, to enter contracts its own name and to sue and be sued by others. ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, അതായത് കമ്പനി എന്ന് പറയുന്നത് ഒരു പേഴ്സണെ പോലെ തന്നെയാണ്. ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ഒരു ലീഗൽ പേഴ്സൺ ആണ് ശരിക്കും പറഞ്ഞാൽ കമ്പനി. കമ്പനിക്ക് അതുപോലെ എന്തൊക്കെയുണ്ട്, പ്രോപ്പർട്ടീസ് വാങ്ങാനും വിൽക്കാനും അതുപോലെ തന്നെ കോൺട്രാക്റ്റിലൊക്കെ എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ സ്യൂ എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാനും ഒക്കെയുള്ള അധികാരം കമ്പനിക്കുണ്ട്. രണ്ടാമതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ദാറ്റ് ഓൺലി ദ കമ്പനി ഈസ് റെസ്പോൺസിബിൾ ടു റീപേ ക്രെഡിറ്റേഴ്സ് ആൻഡ് ടു ഗെറ്റ് സ്യൂഡ് ഫോർ ഇറ്റ്സ് ഡീഡ്സ്. കമ്പനിക്ക് എന്താ, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഉണ്ട് കമ്പനി ഈസ് റെസ്പോൺസിബിൾ ടു പേ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് റീപേ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ എന്താണ്, കമ്പനിക്ക് ഉണ്ട്. ഇനി അടുത്തതാണ് പെർപ്പച്വൽ സക്സഷൻ. ഇറ്റ്സ് ലൈഫ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ലൈഫ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ്. ഇത് പറയുന്നത് പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യുക, ഒരിക്കലും നശിച്ചു പോവില്ല. അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സൊക്കെ മരിച്ചാലും കമ്പനി അവിടെ തന്നെ ഉണ്ടാവും. അഞ്ചാമത്തേതാണ് കോമൺ സീൽ. എ കമ്പനി ബീങ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ യൂസസ് ഇറ്റ്സ് കോമൺ സീൽ ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇറ്റ്സ് സിഗ്നേച്ചർ. കമ്പനിക്ക് എന്ത് ചെയ്യണം, എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടുള്ളൊരു കോമൺ സീലുണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടല്ലേ നമ്മൾ കമ്പനീനെ കാണുന്നത്, അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു സീലുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലിമിറ്റഡ് ലയബിലിറ്റി. ഷെയർ ഹോൾഡേഴ്സ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് അപ് ടു വാല്യൂ ഓഫ് ഷെയർസ്. വാല്യൂ ഓഫ് ഷെയർസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത്, ദി വേർഡ് ഗവേണൻസ് കംസ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഗുബാനറെ വിച്ച് മീൻസ് ടു റൂൾ ഓർ ടു സ്റ്റിയർ. ഈ ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് വന്നത് ലാറ്റിൻ വേർഡിലെ ഗുബാനറെ എന്നുള്ള വേർഡിൽ നിന്നാണ്. ഇതിൻ്റെ മീനിങ് എന്നാൽ ടു റൂളിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ കോർപ്പറേറ്റ് വേൾഡ് ഇറ്റ് മീൻസ് ദ മാനർ ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദി ആക്ഷൻസ് ആൻഡ് അഫയേഴ്സ് ഓഫ് ആൻ എൻറ്റിറ്റി. ബട്ട് ഇൻ കോർപ്പറേറ്റിൻ്റെ വേൾഡിൽ പറയുമ്പോൾ ഒരു സ്ഥാപനത്തിലെ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. It is the exercise of powers and action to achieve goals of an organization entity. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസും അച്ചീവൊക്കെ നേടാനുള്ളതായിട്ടാണ് നമ്മൾ പറയുന്നത് കോർപ്പറേറ്റിനെ പറ്റിയിട്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ഇതിൻ്റെ ഡെഫിനിഷനാണ്. ഇവിടെ ഇപ്പം ഞാൻ 2 ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് വേണമെങ്കിൽ പഠിക്കാൻ എളുപ്പമുള്ള, ഇത് ഏറ്റവും ചെറിയ ബുക്ക്, ഏറ്റവും ചുരുക്കിയിട്ടുള്ളൊരു ഫോർമാറ്റ് കേട്ടോ. അതിൽ ഒരാൾ പറയുന്നത് ജെ വൂൾഫ്
ഡിഫൻസ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് വേൾഡ് ബാങ്ക് ഡിഫൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് എബൌട്ട് പ്രൊമോട്ടിംഗ് കോർപ്പറേറ്റ് ഫെയർനെസ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. കോർപ്പറേറ്റ് ഗവേണൻസ് അതിനെന്ന് പ്രൊമോട്ട് കോർപ്പറേറ്റ് ഫെയർനെസ്, കോർപ്പറേറ്റിൻ്റെ ഫെയർനെസ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി പ്രൊമോട്ട് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കോർപ്പറേറ്റ് ഒന്നും കൂടി ചുരുക്കി പറയാം. കോർപ്പറേറ്റ് ഗവേണൻസ് മീൻസ് ഡൂയിങ് എവരിത്തിങ് ബെറ്റർ ടു ഇംപ്രൂവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനീസ് ആൻഡ് ദെയർ ഷെയർ ഹോൾഡേഴ്സ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു ഇംപ്രൂവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനീസ് ആൻഡ് ദെയർ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി ഷെയർ ഹോൾഡേഴ്സും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനും, ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഡയറക്ടർ, ടു എൻകറേജ് പീപ്പിൾ ടു തിങ്ക് ലോങ് ടേം ആൻഡ് ടു എൻഷുർ ദാറ്റ് ഇൻഫർമേഷൻ നീഡ് ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ മെറ്റ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയൊക്കെ എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസൊക്കെ അറിയിക്കുകയും അതുപോലെ തന്നെ അവരെയൊക്കെ നീഡ്സൊക്കെ മീറ്റ് ചെയ്യുക വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു കമ്പനിയിൽ അത്യാവശ്യം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഒന്ന് സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോസ്, പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസ്, റൂൾസ് എക്സെട്ര. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന റൂൾസും പ്രൊസീജിയേഴ്സും പ്രാക്ടീസൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. All the laws are made to increase the wealth of the shareholders and to protect the rights of all the stakeholders of the company. കമ്പനിയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ളത്. രണ്ടാമത്തേതാണ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ഓൾ കമ്പനീസ് മസ്റ്റ് യൂസ് കോർപ്പറേറ്റ് ഗവേണൻസ് വോളണ്ടറി ആൻഡ് യൂണിവേഴ്സലി. എല്ലാ കമ്പനീസും എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ഗവേണൻസ് വോളണ്ടറി അല്ല യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ചെയ്യണം. മൂന്നാമത്തേതാണ് മാനേജ്മെൻറ്റ്. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുർ എ കമ്പനീസ് മാനേജ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മാനേജ്മെൻറ്റ് പറയുന്നത് നല്ലൊരു ഗവേണൻസ് ഉള്ള കമ്പനി എന്ത് ചെയ്യും, അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൂടി എന്ത് ചെയ്യും, മാനേജ് ചെയ്യുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുവേഴ്സ് എ കമ്പനീസ് മാനേജ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തത് ട്രാൻസ്പെറൻസി. ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻസ് ടു ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും, എല്ലാ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, സ്റ്റേക്ക് ഹോൾഡേഴ്സോട് ഡിസ്ക്ലോസ് ചെയ്യും, അറിയിക്കും. ആറാമത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ്. ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് പ്രൊട്ടക്ട് ദി റൈറ്റ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ദി ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ടു മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ആൻഡ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരു ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം, കോർപ്പറേറ്റ് ഗവേണൻസിന് എന്താ, പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസേഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. അതിൽ ഫസ്റ്റത്തെ പറയുന്നത് ട്രാൻസ്പെറൻസി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ. അതിൽ പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് കംപ്ലൈൻസ് വിത്ത് ദി റെഗുലേഷൻസ് ആൻഡ് എനി ഇൻഫർമേഷൻ ഇമ്പോർട്ടൻറ്റ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. എന്ത് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിനോടുള്ള എല്ലാ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. രണ്ടാമത്തേതാണ് അക്കൗണ്ടബിലിറ്റി. കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ടു എൻകറേജ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദി മാനേജ്മെൻറ്റ് ടു ദി കമ്പനി ഡയറക്ടേഴ്സ് ആൻഡ് ദി അക്കൗണ്ടബിലിറ്റി ഓഫ് ദി ഡയറക്ടേഴ്സ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താ, അക്കൗണ്ടബിൾ ഓഫ് ദി മാനേജ്മെൻറ്റ് ടു ദി കമ്പനി ഡയറക്ടേഴ്സ് അക്കൗണ്ടബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ഓഫ് ദി ഡയറക്ടേഴ്സ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിനോട് അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുർ ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓൾ ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ എന്ത് ഈക്വലി ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെൽഫ് ഇവാലുവേഷൻ. കോർപ്പറേറ്റ് ഗവേണൻസ് അലോസ് ഫേംസ് ടു ഇവാലുവേറ്റ് ദെയർ ബിഹേവിയർ ബിഫോർ ദേ ആർ സ്ക്രൂട്ടനൈസ്ഡ് ബൈ റെഗുലേറ്ററി ബോഡീസ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, അവർക്ക് അവരുടെ ബിഹേവിയർ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കണം.
രണ്ടാമത് ഇൻക്രീസിങ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. കോർപ്പറേറ്റ് ഗവേണൻസ് മെയിൻലി ഫോക്കസ് ഓൺ ദി പ്രൊട്ടക്ഷൻ ഓഫ് ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ലോങ് ടേം ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് വെൽത്ത് ഇൻക്രീസ് ചെയ്യുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇതൊക്കെ ഏകദേശം ഒരുമാതിരി എല്ലാം ലിങ്ക് ആയിട്ട് തന്നെയുള്ളത് കേട്ടോ. നീഡ്, കോർപ്പറേറ്റ് ഗവേണൻസിന് നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഫസ്റ്റത്തത് കോർപ്പറേറ്റ് സ്കാം. സ്കാം എന്ന് പറഞ്ഞാൽ അഴിമതികളെയാണ് നമ്മൾ സ്കാം എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് സ്കാമിൽ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രോഡ്സ് ആൻഡ് കറപ്ഷൻസ് ഇൻ കോർപ്പറേറ്റ് സെക്ടർ. കോർപ്പറേറ്റ് സെക്ടറിൽ എന്ത് ചെയ്യും, കറപ്ഷൻസും ഫ്രോഡ്സും റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ ഓർഡർ ടു അവോയ്ഡ് മിസ്യൂസ് ആൻഡ് appropriation of public money. Corporate governance is very essential. Public money-ൻ്റെ മണി എന്ത് മിസ്യൂസ് ചെയ്യാനും മിസ്അപ്രോപ്രിയേഷൻ ചെയ്യുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെയർഫോർ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് എസെൻഷ്യൽ. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് വെരി എസെൻഷ്യൽ ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തത് വൈഡ് സ്പ്രെഡ് ഷെയർ ഹോൾഡേഴ്സ്. മെജോറിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഹാവിംഗ് നോ അവയർനെസ് അബൌട്ട് കോർപ്പറേറ്റ് അഫയേഴ്സ്. ദ ഡയറക്ടേഴ്സ് മേ മിസ്യൂസ് ദെയർ പവേഴ്സ് ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ്സ്. ഈ ഷെയർ ഹോൾഡേഴ്സ് പല രാജ്യങ്ങളിൽ പല സ്ഥലത്തായിട്ട് വൈഡ് സ്പ്രെഡായിട്ട് കിടക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുക, പല കോർപ്പറേറ്റ് അഫയേഴ്സിനെ പറ്റിയിട്ടൊന്നും ബോധം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അവരുടെ പല റൈറ്റ്സൊക്കെ എന്ത് ചെയ്യാം, മിസ്യൂസ് ചെയ്യാം. അതിന് എതിരെ സോ ദർ ഈസ് എ നീഡ് ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അവരെ മിസ്യൂസ് ചെയ്യുന്നതിനൊക്കെ മാറ്റേണ്ടിയിട്ട്, അങ്ങനെ ചെയ്യാണ്ട് അവോയ്ഡ് ചെയ്യേണ്ടിയിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. മൂന്നാമത് ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചർ. ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചറിന് എന്നതിന് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് നാലാമത്താണ് ഗ്രേറ്റർ എക്സ്പെക്റ്റേഷൻ ഓഫ് സൊസൈറ്റി ഓഫ് ദി കോർപ്പറേറ്റ് സെക്ടർ. അതെന്താ പറയുന്നത്, സൊസൈറ്റി ടുഡേ ഹാവ് എ ഗ്രേറ്റർ expectations on corporate sector in terms of reasonable price, better quality, pollution control, best utilization of resources, etc. ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിൽ നിന്ന് നമ്മൾ സൊസൈറ്റി കുറേ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ബെറ്റർ ക്വാളിറ്റിയിലെ പ്രൊഡക്ട്സ്, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ, റീസണബിൾ പ്രൈസിൽ കിട്ടുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഒക്കെ എന്ത് ഒരു സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൊടുക്കേണ്ടിയിട്ട് ടു മീറ്റ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ദർ ഈസ് നീഡഡ് ഓഫ് ഫോർ സോഷ്യൽ ഗവേണൻസ്. അവർ ചെയ്യുന്ന എക്സ്പെക്റ്റേഷൻസ് സോഷ്യൽ എക്സ്പെക്റ്റേഷനൊക്കെ മീറ്റ് ചെയ്യേണ്ടിയിട്ട്. അഞ്ചാമത്തതാണ് ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സ്. ടുഡേ ദർ ആർ മെനി ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സ് ഇൻ ദ ബിസിനസ് വേൾഡ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് റിക്വയർഡ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദി പാർട്ടീസ് ഡ്യൂറിങ് ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സ്. ഇപ്പം എന്ത് ചെയ്യുക, ഒരുപാട് ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സൊക്കെ ബിസിനസ് വേൾഡിലുണ്ട്. മെർജേഴ്സ് എന്ന് പറഞ്ഞാൽ ചില കമ്പനീസൊക്കെ ലോസിലൊക്കെ പോകുമ്പോഴത്തേക്കും അവരെ മെർജ് ചെയ്ത് കൂട്ടി ലയിപ്പിക്കില്ല, അതിനെയാണ് നമ്മൾ മെർജേഴ്സ്. അത് ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക. അതിനൊക്കെ ഒരുപാട് കമ്പനീസൊക്കെ ഉണ്ട്. അന്നേരം കുറേ ഒരുപാട് കറപ്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അന്നേരം കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് റിക്വയർഡ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദി പാർട്ടീസ് ഡ്യൂറിങ് ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സും ടേക്ക് ഓവറൊക്കെ നടക്കുന്ന സമയത്ത് ഇതിന് പാർട്ടീൻ്റെ ഇൻട്രസ്റ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് പറയുന്നത് ഹ്യൂജ് ഇൻക്രീസ് ഇൻ മാനേജ്മെൻറ്റ് കോമ്പൻസേഷൻ. നൗവേഡേയ്സ് കോർപ്പറേറ്റ് പേ ഹ്യൂജ് പേയ്മെൻറ്റ് ടു മാനേജേഴ്സ്. നമുക്കറിയാം, ഒരു കമ്പനിയിൽ മാനേജേഴ്സാണ് എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ മാനേജ് ചെയ്യുന്നത്. ഷെയർ ഹോൾഡേഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് വലിയൊരു റോളൊന്നുമില്ല. മാനേജേഴ്സ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്നും പറയാം. എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ മാനേജേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അവർക്ക് ഹ്യൂജ് പേയ്മെൻറ്റ്, സാലറി ആയിട്ട് എന്ത് ഹ്യൂജ് പേയ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. ദർ ഈസ് നോ ലിമിറ്റ് ആൻഡ് റെസ്ട്രിക്ഷൻ. ഇതിന് പ്രത്യേകിച്ച് ഒരു ലിമിറ്റും റെസ്ട്രിക്ഷനും ഇല്ല. ദിസ് ഫാക്ടർ നെസസിറ്റി ടു കോർപ്പറേറ്റ് ഗവേണൻസ് ടു കർട്ടെയിൽ ദി ബാഡ് പ്രാക്ടീസ് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചിലപ്പോൾ ഇവർ വല്ലാണ്ട് ഹ്യൂജായിട്ടൊക്കെ എമൗണ്ടൊക്കെ പേ ചെയ്യാം സാലറിയൊക്കെ വാങ്ങുമ്പോൾ. അതിനെയൊക്കെ തടയാനും കൂടി കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷനിൽ പറയുന്നത് ഇൻ ദി ഗ്ലോബൽ സെനാരിയോ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് റെക്കഗ്നൈസ് ഓൺലി ദ കമ്പനീസ് വെൽ മാനേജ്ഡ് അക്കോർഡിംഗ് ടു ദി സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇൻ ദി ഗ്ലോബൽ സെനാരിയോയിൽ പറയുമ്പോൾ നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ കമ്പനിയാണെങ്കിൽ നല്ല അതിനൊരു റെപ്യൂട്ടേഷനൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ടു എൻഷുർ ദ CSR എ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഷുഡ് ബി ദർ. നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എൻഷുർ ഉറപ്പാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് സെബി. സെബി ഹാസ് മെയ്ഡ് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പൽസറി ഫോർ ദർ കമ്പനീസ്. സെബി എന്ത് പറയുന്നുണ്ട്? കമ്പൽസറിയാണ്, കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പൽസറിയാണെന്ന് പറയുന്നുണ്ട്. ദിസ് ഈസ് ഡൺ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റേഴ്സിൻ്റെ അതുപോലെ തന്നെ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്നും പറയുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ബെനഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ ഉള്ള ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന ബെനഫിറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റത്തത് സേഫ് ഗാർഡ് ദി മണി ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ മണി വെക്കുന്നത് ഒരു സേഫാണ്. ഇത് പറയുന്നത് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുവർ ട്രാൻസ്പെറൻസി ഡിസ്ക്ലോഷർ ഓഫ് കോർപ്പറേറ്റ് ഡീലിങ്സ് ആൻഡ് സേഫ് ഗാർഡ് ദി മണി ഇൻവെസ്റ്റഡ് ഇൻ ദി ബിസിനസ്. ഇതിൽ പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെന്ന് എൻഷുവർ ട്രാൻസ്പെറൻസി, ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്ലോസ് ഓഫ് കോർപ്പറേറ്റ് ഡീലിങ്സ് ആൻഡ് സേഫ് ഗാർഡ് ദി മണി ഇൻവെസ്റ്റഡ് ഇൻ ദി ബിസിനസ്. ഒരു കമ്പനിയിൽ നമ്മളൊരു എമൗണ്ട് മണി ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അതൊരു പ്രൊട്ടക്ഷൻ അതിന് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തേതാണ് എൻഷുവർ സക്സസ് ദി കോർപ്പറേറ്റ്. എ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുവേഴ്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എമംഗ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു സക്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു എൻഷുവർ സക്സസ് ഓഫ് ദി കോർപ്പറേറ്റ്, ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ എൻഷുർ ചെയ്യുന്ന ഇൻറ്റഗ്രിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഇൻറ്റഗ്രിറ്റിയും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റിയൊക്കെ എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുന്നുണ്ട് എമംഗ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു സക്സസ് ദി ഓർഗനൈസേഷൻ. ഇതെന്ത് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിനെ ലീഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേതാണ് ഈസി അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് ബൂസ്റ്റ് അപ്പ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്. നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, സ്ട്രോങ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ കോൺഫിഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് കമ്പനി ക്യാൻ റേസ് ക്യാപിറ്റൽ എഫക്റ്റീവ്ലി. അത് ക്യാപിറ്റൽ എന്ത് ചെയ്യും, എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് ഇംപ്രൂവ്സ് ദി കമ്പനീസ് റെപ്യൂട്ടേഷൻ. ഒരു കമ്പനീൻ്റെ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് ക്യാൻ ഇംപ്രൂവ് കമ്പനീസ് റെപ്യൂട്ടേഷൻ. കമ്പനീൻ്റെ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തത് എൻഹാൻസസ് സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്. സസ്റ്റൈനബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. എ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ആൻഡ് റിസോൾവ് എനി ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദി കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ്, നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ആൻഡ് സിക്സ്ത് ആണ് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്സ് ടു മിനിമൈസ് വേസ്റ്റ്, റിസ്ക്, കറപ്ഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ മിനിമൈസ് ചെയ്യാനും റിസ്ക്കും കറപ്ഷനൊക്കെ ഒഴിവാക്കാനൊക്കെ കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത പറയുന്നത് ബിൽഡ് എ ഗുഡ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്. എ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്സ് ടു എൻഹാൻസ് ദി വെൽഫെയർ ഓഫ് ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ക്രിയേറ്റിംഗ് സസ്റ്റൈനബിൾ വാല്യൂ ഫോർ ദം ആൻഡ് ഓൾസോ മെയിൻറ്റെയിനിങ് ബാലൻസ് ബിറ്റ്വീൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്. ബിൽഡ് എ ഗുഡ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്. നല്ലൊരു സിറ്റിസനെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് കോർപ്പറേറ്റ് ഗവേണൻസിന്. എ ഗുഡ് കോർപ്പറേറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് വെൽഫെയർ ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് സസ്റ്റൈനബിൾ വാല്യൂ ഫോർ ദം ആൻഡ് ഓൾസോ മെയിൻറ്റെയിനിങ് എ ബാലൻസ് ബിറ്റ്വീൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ്. എക്കണോമിക്കലി ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഗ്ലോബൽ അട്രാക്ഷൻ. കോർപ്പറേറ്റ് ഗവേണൻസ് അട്രാക്ട്സ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അട്രാക്റ്റ് കൂടി ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ വണ്ണിൽ പാർട്ട് 1 പറയുന്നത്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഇനി നമുക്കത് അടുത്ത പാർട്ട് 2 പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.